മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടേമിലെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. 6ാം ക്ലാസ്സിന്റെ സെക്കൻഡ് ടേമിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ഗതിവിധിയാം ദിയേ ഗയേ ഹേ ച ഗതിവിധിയാം. 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇൻമേസേ കിനിയും പാഞ്ചിക്ക ഉത്തർലിഖിയും. ഇതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ആക്ടിവിറ്റി കഹാനി കാ ഏക് അംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. നിങ്ങൾക്ക് ഇവിടെ താഴെ കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. ഇത് നന്ന ഉല്ലു എന്ന പാഠത്തിലെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജബ് സൂരജ് നികല തബ് നന്ന ഉല്ലു അമ്മ ഉല്ലു സെ ബോല मैं तुमसे प्यार करता हूँ अम्मा. कितना? अम्मा ने पूछा. बहुत. नन्हा उल्लू बोला. वह अम्मा से गले लगाया. आसमान जितना ऊंचा है और समुद्र जितना गहरा, मैं तुमसे उतना प्यार करता हूँ अम्मा. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഹാനിക്കോ ഉചിത് ശീർഷകതേ. കഥയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നന്ന ഉല്ലു എന്നാണ് നിങ്ങളുടെ പഠിക്കാനുള്ള പാഠത്തിലുള്ളതെങ്കിൽ നിങ്ങളോട് വേറെ പേര് കൊടുക്കാനാണ് പറഞ്ഞത്. ആ പേര് കൊടുക്കരുത്. വേറെ ഒരു പേര്, വേറൊരു ടൈറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ യോജിക്കുന്ന ഒരു പേര് നിങ്ങൾ നൽകുക. സൂരജ് നികല, പ്യാർ, അല്ലെ? അമ്മയും മകനും തമ്മിലുള്ള സ്നേഹമാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ പ്യാർ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഓക്കെ. അടുത്തത് നീച്ചെ ദിയേ ശബ്ദോं का സമാനാർത്ഥക ശബ്ദ കഹാനി സെ ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ശബ്ദോं का സമാനാർത്ഥക ശബ്ദ സൂര്യ അതുപോലെ തന്നെ ആകാശ്, രണ്ട് ശബ്ദങ്ങൾ, രണ്ട് പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ അതേ അർത്ഥം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്ന ഭാഗത്ത് നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ എഴുതിയ ആൻസർ ഞാൻ കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ആക്ടിവിറ്റി ആൻസർ ഒക്കെ പറഞ്ഞതിന് ശേഷം എഴുതിയത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ സൂര്യ എന്താണ്? സൂരജ്, അല്ലെ? സൂര്യ ഏതാണ്? സൂരജ്. ആകാശ് ഇതിൽ നിന്ന് കണ്ടെത്തണം. ആകാശ് എന്താണ്? ആസമാൻ. ആകാശ് ആസമാൻ. കണ്ട, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താനുള്ളതാണ്. സൂരജ്, പിന്നെന്താണ്? ആസമാൻ. ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താനുള്ള കാര്യമാണ്. ഓക്കെ. मैम तुमसे प्यार करता हूँ ये किसने किससे कहा? मैम तुमसे प्यार करता हूँ. ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആരോട് പറഞ്ഞ കാര്യമാണത്? ഉത്തന പ്യാർ കർത്താ ഹും അമ്മ. അങ്ങനെ പറയുന്നില്ലേ? അപ്പൊ അത് ആരോട് പറഞ്ഞതാണ്? നന്ന ഉല്ലു അമ്മ ഉല്ലൂസ്, അല്ലേ? നന്ന ഉല്ലു ആണ് പറഞ്ഞത്. നന്ന ഉല്ലു. നന്ന ഉല്ലു ആരോടാ പറഞ്ഞത്? അമ്മ ഉല്ലുവിനോട്, അല്ലെ? അമ്മയോടാണ് നന്ന ഉല്ലു പറഞ്ഞത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? നന്ന ഉല്ലു അമ്മ ഉല്ലൂസേ കഹ. അടുത്തത് അമ്മ സെ ഗലെ ലഗാക്കർ നന്ന ഉല്ലുനെ ക്യാ കഹ. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ന ഉല്ലു എന്താണ് പറഞ്ഞത്? ആസമാൻ മേ ജിത്തന ആസമാൻ ജിത്തന ഊഞ്ചാ ഹേ और समुद्र जितना गहरा मैं तुमसे उतना प्यार करता हूँ അമ്മ. ഇതാണ് ആര് പറഞ്ഞ കാര്യം? നന്ന ഉല്ലു അമ്മ ഉല്ലുവിനോട് പറഞ്ഞ കാര്യം, അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എഴുതിയത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സവാൽ. ഞാൻ എഴുതിയത് അതിന് ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞത് സവാൽ എന്നാണ് ഞാൻ എഴുതിയത്. ചോദ്യം. അതായത് ഇതില് നന്ന ഉല്ലു അമ്മ ഉല്ലുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ നിൽക്കുന്നതാണ് ഈ കഥ, അല്ലെ? അപ്പൊ ആ കഥയ്ക്ക് പേര് കൊടുത്തത് എന്താണ്? സവാൽ എന്ന് പേര് കൊടുത്തു. പ്യാർ എന്നും പേര് കൊടുക്കാം. സ്നേഹം, അമ്മയുടെയും മകന്റെയും സ്നേഹമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്നേഹം, പ്യാർ എന്ന് പേര് കൊടുക്കാം. അതല്ലെങ്കിൽ അമ്മ എന്ന് പേര് കൊടുക്കാം. മാം, മാം എന്ന് പേര് കൊടുക്കാം, അല്ലെ?
ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തത് സൂരജ് ആസ്മാൻ. ഞാൻ നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ കാണിച്ചതാണ് സൂരജ് എന്നും ആസ്മാൻ എന്നും. അടുത്തത് നന്ന ഉല്ലു അമ്മ ഉല്ലുവിനോടാണ് പറഞ്ഞത് അല്ലേ. അതിന്റെ ലാസ്റ്റ് ആൻസർ ആസ്മാൻ ജിത്തന ഊഞ്ചാ ഹേ സമുദ്ര ജിത്തന ഗഹരാ ഹേ മേം തുംസെ ഉത്തന പ്യാർ കർത്താ ഹും അമ്മ. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിത പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. കവിത വായിക്കുക. താഴെ തന്നിരിക്കുന്ന കവിതാ ഭാഗം വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. അതിന് താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ആൻസർ എഴുതാം. അപ്പൊ നമുക്ക് വായിക്കാം. ബബുവ ബോല അക്സർ മേരാ ചമ്മച്ച് മുജ്സെ ഗിർ ജാത്താ ഹൈ. बूढ़ा बोला जाने भी दो मुझसे भी यह हो जाता है. ബബുവ ഓർ ബൂഢ എന്ന കവിത നമ്മൾ പഠിച്ചതാണ് അല്ലെ. ബബുവ ഓർ ബൂട്ട എന്ന കവിത പഠിച്ചതാണ്. അതിൽ നിന്നാണ് ഈ കവിതയുടെ ഭാഗം വന്നിരിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷമാണ് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കവിതാക്കോ ഉചിത് ശീർഷക് ദേം. ഇവിടെയും വന്നിരിക്കുന്നത് എന്താണ്? ശീർഷകം എഴുതാനാണ്, ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കവിതയ്ക്ക്. അതായത് നമ്മൾ പഠിച്ചത് ഇതിന്റെ പേര് ബബുവ ഓർ ബൂട്ട എന്നായിരുന്നു നമ്മൾ ഇതിനെ പഠിച്ച പേര്, ഈ കവിതയുടെ പേര്. ഇനി നിങ്ങളോട് അതല്ലാതെ വേറെ പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പേര് കൊടുക്കരുത്, പകരം വേറെ പേര് നൽകുക. വേറെ ഒരു ടൈറ്റിലാണ് നിങ്ങൾ നൽകേണ്ടത്. അപ്പൊ നമുക്കിവിടെ യോജിക്കുന്ന ഒരു പേര് കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ജീവൻ ചക്ര എന്നാണ്. ജീവൻ ചക്ര, ജീവിത ചക്രം. അതായത് ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലെ. ജീവിതത്തിൽ കുട്ടികളായിട്ട് പിന്നീട് ഇങ്ങനെ പ്രായമായി വൃദ്ധന്മാരാകുന്നു. കുട്ടികളാകുമ്പോഴും വൃദ്ധന്മാരാകുമ്പോഴും എന്താണ്, ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ് വരുന്നത് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത് അല്ലെ. കുട്ടികളും വൃദ്ധന്മാരും ഒരുപോലെയാണ്. അപ്പൊ നമുക്കിതിൽ ബച്ച എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് ടൈറ്റിലായിട്ട് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന കവിതയിൽ നിന്ന് തന്നെ എടുത്തെഴുതാൻ പറ്റിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി എഴുതാം. ബബുവ ഓർ ബൂട്ടയാണ് നമ്മുടെ കവിതയുടെ പേര്. ബബുവ എന്ന് മാത്രം കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ബച്ച എന്ന് കൊടുക്കുക അല്ലേ. അപ്പൊ ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതക്ക് ആശയലിഖ. അടുത്തതാണ് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബബുവ ഓർ ബൂഢ കവിത ഷേൽ सिल्वरस्टोन ने लिखा है. इसमें बबुआ अपने ദുഃഖവും के बारे में ബൂട്ടോം से कहता है. ഇതിൽ ബബുവ തന്റെ ദുഃഖം ആരോട് പറയാണ്? ആ വൃദ്ധനായ ആ എന്താണ് പറയാ, മുത്തശ്ശനോട് പറയാണ് അല്ലെ. ബബുവ തന്റെ ദുഃഖം അദ്ദേഹത്തിനോടാണ് പറയുന്നത്. ബബുവ ബോലാക്കി അക്സർ ചമ്മച്ച് ഉസ്സേ ഗിർ ജാത്താ ഹൈ. ബബുവ പറയാണ്, എന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊക്കെ സ്പൂണ് താഴെ വീണ് പോവാറുണ്ട്. അപ്പൊ വൃദ്ധൻ എന്താ പറയുന്നത്? ബോലാക്കി ഉൻകോ ബി ഹോ ജാത്താ ഹൈ. അദ്ദേഹത്തിനും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നു. അതാണ് അവിടെ തന്നിരിക്കുന്ന വരികളുടെ ആശയമായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. സഹി പ്രസ്താവ ചുൻകറിലേക്ക്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണോ അത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണം തന്നിട്ടുണ്ട്, അതിലൊന്നാണ് ശരിയായിട്ടുള്ളത്. അതേതാണെന്ന് നമുക്ക് കണ്ടെത്താം. ബബുവാക്കെ ഹാത്ത് സെ ഗിലാസ് ഗിർ ജാത്താ ഹെ. ബബുവയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വീണു പോകുന്നു. ശരിയല്ല. ബബുവാക്കെ ഹാത്ത് സെ ചമ്മച്ച് ഗിർ ജാത്താ ഹേ. അത് ശരിയാണ് അല്ലെ. ബബുവായുടെ കയ്യിൽ നിന്നും സ്പൂണാണ് വീണു പോകുന്നത്. ചമ്മച്ച് സ്പൂണാണ് വീണു പോകുന്നത്. ബബുവാക്കെ ഹാത്ത് സെ പാനി ഗിർ ജാത്താ ഹേ. കയ്യിൽ നിന്നും വെള്ളം വീണു പോകുന്നു എന്നാണ് പറഞ്ഞത്. കയ്യിൽ നിന്നും വെള്ളമല്ല, എന്താണ് നമ്മളിവിടെ നേരത്തെ നോക്കി, ചമ്മച്ച് ഗിർ ജാത്താ ഹേ, സ്പൂൺ വീണു പോകുന്നു. അടുത്തത് ബൂഠ ബോല ജാനേ ബീദോ. നിങ്ങളുടെ കവിതയിലുണ്ട് ബൂഠ ബോല ജാനേ ബീദോ ഉണ്ടോ? ബൂഠ ബോല ജാനേ ബീദോ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ബൂഠ ബോല. ബാക്കി എന്താണ്? ജാനേ ബീദോ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. സഹി മിലാനാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് സഹി മിലാൻ. ആസമാൻ മേം സമുദ്ര മേം ബഡാ ബായി സോച്ച ഡണ്ടി ബൂന്തേം അമ്മാനെ നന്നെ ഉല്ലുക്കോ.
ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. മേരാ तो परिवार है टपका देना कितने लहरे है टांब लिया कितने तारे है. അപ്പൊ എന്താണ് ആസമാനമേം ആകാശത്തിൽ എത്ര എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കണുണ്ടോ ആകാശത്തിൽ കിത്തനെ താരേ ഹെ അല്ലെ. ആസമാനമേ കിത്തനെ താരേ ഹെ എങ്ങനെയാണ് വരുന്നത് ആസമാനമേ കിത്തനെ താരേ ഹെ. അടുത്തതോ സമുദ്രമേം സമുദ്രമേം കിത്തനെ ലഹരേം ഹേ. എല്ലാവരും ചോദിക്കുന്നത് ഇതൊക്കെയാണ് അല്ലെ. സമുദ്രമേ കിത്തനെ ലഹരേം ഹേ. ബഡാ ബായി സോച്ച ദോ ബായി എന്ന കഹാനി നമ്മൾ പഠിച്ചതാണ്. അതിലുള്ളതാണ് ബഡാ ബായി സോച്ച. ബഡാ ബായി എന്താ ചിന്തിച്ചത് മേരാ തോ പരിവാർ ഹേ എനിക്ക് കുടുംബമുണ്ട്. അടുത്തത് ഡിണ്ടി ബൂന്തേ ഡിണ്ടി ബൂന്തേ ടപക്കാ ദേന നമ്മൾ കവിതയിൽ പഠിച്ചതാണ്. ഡിണ്ടി ബൂന്തേ ടപക്കാ ദേന. ഇനി ഒന്ന് മാത്രമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അമ്മാനെ നന്നെ ഉല്ലൂക്കോ ടാംബുലിയ. ഓക്കെ, അപ്പൊ നമ്മളെല്ലതും കണ്ടെത്തി കഴിഞ്ഞു കേട്ടോ. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, കാരണം അത് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റിയാണ് ഇനി ചെയ്തിട്ടുള്ളത്. നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് ഡയറി തയ്യാർ കരയും. ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ ഡയറിയാണ് നന്ന ഉല്ലൂക്കി ഡയറി. ആരുടെ ഡയറിയാണ് നന്ന ഉല്ലുവിന്റെ ഡയറിയാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നന്ന ഉല്ലു നമുക്ക് തന്നിരിക്കുന്ന സൂചന വായിച്ചു നോക്കാം. നന്ന ഉല്ലു 2 साल का हो गया. वह अम्मा से सवाल पूछना शुरू किया. पूरी रात वह अपनी अम्मा के संग सितारों के नीचे बैठा रहता. आसमान में कितने सितारे हैं उसने अम्मा से पूछा. ഇതൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. ചോദിച്ച ചോദ്യം നന്ന ഉല്ലുവിന്റെ ഡയറി തയ്യാറാക്കാനാണ്. ഡയറി എഴുതിയത് നോക്കാം. നന്ന ഉല്ലുക്കി ഡയറി. ആജ് അച്ഛാ ദിൻ താ. ഇന്ന് നല്ല ദിവസമായിരുന്നു. മേനെ അമ്മാസെ ബഹുത്ത് അധിക സവാൽ പൂച്ച. ഞാൻ അമ്മയോട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു. സബിക്കോ ഉനേം ഹസ്കർ ജവാബ് ദിയ. എല്ലാത്തിനും അമ്മ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. വളരെയധികം സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അമ്മ മറുപടി നൽകി. മേം അമ്മാസെ കഹ. ഞാൻ അമ്മയോട് പറഞ്ഞു. ആസ്മാൻ കിത്തന ഊഞ്ചാ ഹെ. ആകാശത്തിന് എത്ര ഉയരമുണ്ട്. और സമുദ്ര ജിത്തന ഗഹരാ ഹെ. സമുദ്രത്തിന് എത്ര ആഴമുണ്ടോ. ഉത്തനാ പ്യാർ കർത്താഹും. ഞാൻ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നു അമ്മ എന്ന് ഞാൻ പറഞ്ഞു. നന്നാവുലിന്റെ ഡയറിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിസ്നെ അമ്മ കെ സംഗ് സിത്താരോ കെ നീച്ചെ ബൈഠാ രഹത്ത. ആരാണ് അമ്മയോടൊപ്പം ഇരുന്നത്. നന്ന ഉല്ലു അല്ലെ. നന്ന ഉല്ലു ആണ് അമ്മയോടൊപ്പം ഇരുന്നത്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് ദോ ബായി ദോ ബായി ദേ അല്ലെ. 2 സഹോദരന്മാരുണ്ടായിരുന്നു. ദോ ബായിൽ നമ്മൾ പഠിച്ചതാണ്. ബഡേക്കി ഷാദി ഹോ ഗയി ദി. ബഡേക്കി ഷാദി ഹോ ഗയി ദി. മുതിർന്ന ആളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്കെ ദോ ബച്ചേ ബി ദേ. അദ്ദേഹത്തിന് 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ചോട്ടാ കുംവാരാധ. ചെറിയ ആള് അവിവാഹിതനായിരുന്നു. ദോനോ ബായി സാഞ്ചാ ഗേത്തി കർത്തേ ധേ. ദോനോ ബായി സാഞ്ചാ ഗേത്തി കർത്തേ ധേ. ഇനി അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റിയാണ്. ആറാമത്തത് പോസ്റ്റർ തയ്യാറാക്കാനാണ്. आपके स्कूल में युवजनोत्सव का कार्यक्रम होने वाला है. इस अवसर पर एक പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളുടെ സ്കൂളിൽ യുവജനോത്സവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ യുവജനോത്സവം നടക്കണം. അപ്പൊ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ആയിരിക്കണം അല്ലെ. स्कूल യുവജനോത്സവ में क्या क्या कार्यक्रम होंगे. സ്കൂൾ യുവജനോത്സവത്തിൽ എന്തെല്ലാം പരിപാടികളാണ് ഉള്ളത്. ഏതൊക്കെ ഐറ്റം ഉണ്ട് എന്നാണ്
നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കിയത് നോക്കാം. അതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഈ പോസ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു കേട്ടോ. പോസ്റ്റർ സ്കൂൾ യുവജനോത്സവ്, ABC സ്കൂൾ വയനാട്. ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് നിങ്ങൾ കൊടുക്കുക. ഞാൻ ABC സ്കൂൾ വയനാട് എന്നാണ് കൊടുത്തത്. ഒരു സ്കൂളിന്റെ പേര് കൊടുക്കുക. അവിടെ ഉണ്ടാകുന്ന പരിപാടികൾ നമ്മളോട് എന്തൊക്കെ പരിപാടിയാണുള്ളതും കൂടെ നമ്മളോട് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ കഥാരചന, കവിതാരചന, ഗാനാലാപൻ, നാച്ച്, നൃത്തം മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഗാനം, നൃത്തം, അതുപോലെ തന്നെ കവിതാരചന, കഥാരചന മുതലായവയൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഡേറ്റ് വേണം അല്ലെ, എന്നാണ് നടക്കുന്നത് എന്ന ഡേറ്റ് വേണം. 2024 ഡിസംബർ 23 ബുധവാർ. അങ്ങനെയാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. ഡിസംബർ 23 ബുധവാർ എന്നാണ് കൊടുത്തത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഡേറ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഡിസംബർ 23 ബുധവാർ. 2 दिन का कार्यक्रम, 2 ദിവസത്തെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. സബുക്ക സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കാനും കൂടെ ഉണ്ടാകും. 5 മാർക്കാണ് പോസ്റ്റർ എഴുതി കഴിഞ്ഞാല്. എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചായ